ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കായൽ സവാരിക്കൊപ്പം വനയാത്രയ്ക്ക് കൂടി അവസരമൊരുക്കുകയാണ് മുഹമ്മ പഞ്ചായത്ത്. വേമ്പനാട് കായലിന് നടുവിലെ പാതിരാമണൽ ദ്വീപിലെ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് ഏറെ ആകർഷകമാകുന്നത്. ക്രിസ്തുമസ് പുതുവത്സരം പാതിരാമണൽ ദ്വീപിൽ ആഘോഷിക്കുവാനുള്ള അവസരമൊരുക്കുകയാണ് ഗ്രാമപഞ്ചായത്ത്. കായൽ സൗന്ദര്യവും വനഭംഗിയും ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത്. തീരെ വനമില്ലാത്തൊരു ജില്ലയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കുന്നതിനാണ് ഈ പാതിരാമണൽ ദ്വീപുള്ളത്. ജൈവ വൈവിധ്യമാർന്ന നിരവധി ജീവജാലങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഈ പാതിരാമണൽ ദ്വീപ്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും അത് പറയുന്നു. It's very nice, very pristine, very calm. We saw monitor lizards. We weren't expecting that. We saw 3 monitor lizards. That was a surprise. Boat ride was very nice. We saw a lot of birds as well. So overall, very nice trip. Yeah, and the weather is pleasant. So that's, I think, the best part. കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് പാതിരാമണൽ ദ്വീപിലും കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് മുഹമ്മ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. പാതിരാമണൽ നമുക്കറിയാം, നമ്മുടെ ലോക ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു ദ്വീപാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ വരുന്ന ഡിസംബർ 26 മുതൽ 30 വരെ നമ്മൾ പാതിരാമണൽ ഫെസ്റ്റ് 2ാം വെർഷൻ ആലോചിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാ ദിവസവും ടൂറിസ്റ്റുകൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടുന്ന വേഗായും അതുപോലെ തന്നെ സി കുട്ടനാടും ഒരു പാക്കേജിൽ ഉൾപ്പെടുത്തി പാതിരാമണലിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഇപ്പുറത്തുനിന്ന് ഒരുപാട് തദ്ദേശീയരും അതുപോലെ വിദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ അവിടെ വന്നു പോകുന്നുണ്ട്. പെൻഷനേഴ്സ് അസോസിയേഷൻകാർ നിരവധി ആളുകൾക്ക് അവരുടെ ഈ വാർഷികകാലം ആസ്വദിക്കാൻ വേണ്ടി പാതിരാമണൽ ദ്വീപ് ഞങ്ങളുടെ ബോട്ടും പാതിരാമണൽ ദ്വീപൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നവരാണ് ഇവർ. കുട്ടികളുടെ പാർക്ക് നമുക്ക് നമ്മുടെ കഴിഞ്ഞ ഫെസ്റ്റിന് നമ്മുടെ MP ആയിട്ടുള്ള പ്രിയപ്പെട്ട ആരിഫ് സാറ് നമുക്ക് തന്നിട്ടുള്ള ഒരു 25 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മളൊരു കുട്ടികളുടെ പാർക്ക് അവിടെ ചെയ്തിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തിയൊന്നുമില്ല. അവിടെ ഈ പാർക്ക് അതിൻ്റെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് കുട്ടികൾ ഇപ്പോൾ നമുക്കൊരു ഫീസ് കൊടുത്തിട്ട് ഒന്നും അങ്ങനെയല്ല, അവർ സാധാരണ വരുന്നു, അത് ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ ഒരു വരുമാന മാർഗമായിട്ട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നന്നായി കുട്ടികൾ വന്നാൽ നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നല്ലൊരു പാർക്കും ഇപ്പോൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കുട്ടികൾ ഈ ഫെസ്റ്റ് കഴിയുന്നതോടുകൂടി കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വെറും 20 രൂപയ്ക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ആലപ്പുഴയിലെത്തിയാൽ മനോഹരമായിട്ട് അവരുടെ സമയം ചെലവഴിക്കാമെന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുക. കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് പാതിരാമണൽ ദ്വീപിലും കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് മുഹമ്മ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന പുതുവത്സരത്തിന് മുഹമ്മ ഫെസ്റ്റ് എന്ന പേരിൽ പാതിരാമണൽ ദ്വീപിൽ വെച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷിക്കാൻ ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. കായൽ ടൂറിസം മാത്രമല്ല, വേമ്പനാട് കായലിന് മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഈ പാതിരാമണൽ ദ്വീപ് കാണുക എന്നുള്ളത് കൂടിയാണ് ഇവരെ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കാരണമായിരിക്കുന്നത്. ക്യാമറമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ.